ഇഗ്നോയിൽ മറ്റ് കോഴ്സുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഓൺലൈൻ ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ബി.എഡ് പ്രോഗ്രാമും ചെയ്യാവുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് 50% മുകളിൽ മാർക്ക്, 50-50 മുകളിലോ മാർക്ക് നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ, അതായത് നമ്മുടെ UGയിൽ ഉണ്ടായിരിക്കണം. കൃത്യമായ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഈ ഒരു ബി.എഡിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇഗ്നോ നടത്തുന്നുണ്ട്. ആ എൻട്രൻസ് എക്സാമിനേഷൻ വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ നടത്തുകയുള്ളൂ. 100 ചോദ്യങ്ങളുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും അത്. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 2025 ആ ഒരു ബി.എഡ് അഡ്മിഷനുള്ള എൻട്രൻസ് എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ ജാനുവരിയിലാണ് വന്നത് 2025. അതിൻ്റെ എൻട്രൻസ് എക്സാം മാർച്ചിലാണ് നടന്നത് 2025. അപ്പോൾ ഇനി നമുക്ക് 2026 ഇങ്ങനെയൊരു എൻട്രൻസ് എക്സാം അപ്പിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുൻപിലുള്ളത്. ഇതുവരെയായിട്ടും 2026 ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. 1000 രൂപയോ മറ്റോ ആണ് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാനുള്ളൊരു ഫീസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ബി.എഡ് പ്രോഗ്രാമിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ബി.എഡ് പരീക്ഷകൾ വർഷത്തിൽ 2 തവണ നടത്തുന്നതാണ്. നമ്മൾ നോർമലി ബാക്കിയുള്ള കോഴ്സുകൾക്ക് സെഷൻസിൽ എക്സാം നടത്തുന്നത് പോലെ തന്നെ. 50% മാർക്ക് ഡിഗ്രിയിൽ നേടണമെന്നാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് ഇവർ പറയുന്നത്. അതുപോലെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അതിലൊക്കെ 55% മാർക്ക് വേണം. അതുകൂടാതെ 2 വർഷത്തെ ഈ ഒരു ബി.എഡ് പ്രോഗ്രാം മിനിമം കാലാവധി 2 വർഷമാണ്, മാക്സിമം 5 വർഷം, അതായത് 5 വർഷത്തിനുള്ളിൽ തീർക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ വരുന്നത് 2 വർഷത്തേക്ക് 55,000 രൂപയാണ്. 2 വർഷവും ഓരോ ഇൻറ്റേൺഷിപ്പ് വീതം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ സ്വയംപ്രഭ എന്ന് പറയുന്ന ആ ഒരു ചാനലുകളിലൂടെ, ഇഗ്നോയുടെയൊക്കെ DTH ചാനലിലൂടെ നമുക്ക് അവൈലബിൾ ആവും. എല്ലാ കോഴ്സുകളും ഉണ്ടാവില്ല എങ്കിലും മിക്കവാറും കോഴ്സുകളുടെ കണ്ടൻറ്റുകൾ അവൈലബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ ഒരു റീജിയണൽ സെൻറ്ററിൽ 50 സീറ്റോളം മാത്രമാണ് ഉണ്ടാവുക എന്നും അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സീറ്റുകളും സാധാരണയുള്ള ഡിഗ്രിയോ PGയോ പോലെ നമുക്കങ്ങനെ അവൈലബിൾ ആവുന്ന ഒന്നല്ല. എൻട്രൻസ് എക്സാം എഴുതി ക്രാക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അസൈൻമെൻറ്റ്. ബി.എഡിലും അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി വെച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുകയുള്ളൂ. ഇഗ്നോയിൽ ബി.എഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർ ഇനി 2026 നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതിരിക്കുക.